പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2026-27 അധ്യയന വർഷത്തെ 4 വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ തേർഡ് സെമസ്റ്റർ, ഫിഫ്ത്ത് സെമസ്റ്റർ കോളേജ് ട്രാൻസ്ഫറിനും ഫിഫ്ത്ത് സെമസ്റ്ററിലെ മേജർ ചേഞ്ച് വിത്ത് കോളേജ് ട്രാൻസ്ഫറിനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്ന് ജൂലൈ 25 മുതൽ ജൂലൈ 30 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇവിടെ അപ്ലൈ നൗ എന്ന ബട്ടൺ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ ഡിഗ്രിക്ക് അപേക്ഷ കൊടുത്ത സമയത്തുള്ള ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റി കീയും കൊടുക്കണം. എന്നിട്ട് ലോഗിൻ ചെയ്യണം. അപ്പോൾ പല വിദ്യാർത്ഥികളെയും കയ്യിൽ സെക്യൂരിറ്റി കീ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ക്യാപ് ഐ ഡി ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അവിടെ എന്ത് ചെയ്യുക, ഫോർഗോട്ട് ലോഗിൻ ക്രിഡൻഷ്യൽ ക്ലിക്ക് ഹിയർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കോളേജ് ട്രാൻസ്ഫർ ഫിഫ്ത്ത് തേർഡ് സെമസ്റ്റർ ആണെങ്കിൽ നിങ്ങളെ ക്യാപ് ഐ ഡി കൊടുക്കുക. തേർഡ് സെമസ്റ്ററിൽ ഉള്ളതെങ്കിൽ ക്യാപ് ഐ ഡി കൊടുക്കുക. നിങ്ങളെ ഇമെയിൽ അഡ്രസ്സും കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസ് ഇവിടെ ഉണ്ട്, ഷെഡ്യൂൾ ഇവിടെ ഉണ്ട്. ഷെഡ്യൂള് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് 25-ാം തീയതി മുതൽ 30-ാം തീയതി ഉച്ചക്ക് 12 മണി വരെയാണ് അപേക്ഷിക്കാനുള്ളത്. ജൂലൈ 1-ന് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിനുശേഷം അഡ്മിഷനാണ് 1-ാം തീയതി മുതൽ ജൂലൈ 6-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ അഡ്മിഷനാണ്. നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത് ആ കോളേജുമായി റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുക. ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കോളേജ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് ഇങ്ങനെ അഡ്മിഷൻ ഇവിടെ ഉണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒന്നിലധികം കോളേജിൽ അപേക്ഷ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറേ കോളേജിന്റെ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുക. അപ്പോൾ ആദ്യം നിങ്ങൾക്കൊരു കോളേജിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞാൽ ആ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുക. നിങ്ങൾക്ക് അത് താല്പര്യമില്ലെങ്കിൽ നോ എന്ന് കൊടുക്കാം. 10 ഓപ്ഷൻ വരെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ കഴിയും. നിങ്ങളോട് പറയാനുള്ളത്, താല്പര്യമില്ലാത്ത കോളേജ് ഓപ്ഷൻ കൊടുക്കണ്ട. പിന്നെ അവർ ഈ റാങ്ക് ലിസ്റ്റുള്ള ഓരോരുത്തരെ വിളിച്ച് ടൈം കുറെ വേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പോവാൻ താല്പര്യമുള്ള കോളേജ് മാത്രം നിങ്ങൾ ഓപ്ഷനായിട്ട് കൊടുക്കുക. ആ കോളേജിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ അവർ അഡ്മിഷന് വിളിക്കും. ആ സമയത്ത് നിങ്ങൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഫസ്റ്റ് സെമസ്റ്ററിൽ അപേക്ഷ സമർപ്പിച്ച സമയത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്തുള്ള അഡ്മിഷൻ ഫീസ് ഉണ്ടായിരുന്നു. ഈ അഡ്മിഷൻ ഫീസ് ആ കോളേജിൽ കൊടുക്കേണ്ടി വരും. ഏത് കോളേജിലാണെങ്കിലും അതിൻ്റെതായ റൂൾ ഉണ്ടല്ലോ, അത് നമ്മൾ പാലിക്കേണ്ടി വരും. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് റൂളുകൾ നോക്കാം. സീറ്റ് വേക്കൻസി നിൽക്കുന്ന കോളേജ് പ്രോഗ്രാമിലേക്ക് മാത്രമേ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുള്ളൂ. അതിന്റെ സീറ്റ് വേക്കൻസിയുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിലുള്ള കോളേജുകൾക്ക് മാത്രമേ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുള്ളൂ. ഇനി കോളേജ് ട്രാൻസ്ഫർ സമർപ്പിക്കുന്ന അപേക്ഷകളെ മുൻ സെമസ്റ്ററുകളെ മേജർ, മൈനർ, MDC, കോഴ്സ് പേപ്പർ ഇവയുടെ ഗ്രേഡ് പോയിന്റ്, SGPA എന്നിവ കൃത്യമാണെന്നും പിശക്കില്ലാത്തതാണെന്നും അപേക്ഷ സമർപ്പണ വേളയിൽ വിദ്യാർത്ഥികൾ പരിശോധിച്ച് ഉറപ്പുവരുത്തും. മേജറിന്റെയും മൈനറിന്റെയും MDCന്റെയും അതിന്റെ പേപ്പർ ഏതാണ്, നിങ്ങളെ പേപ്പർ ഏതാണ്, അതിൽ ഗ്രേഡ് പോയിന്റ് എന്താണ്, SGPA എന്താണെന്നൊക്കെ വളരെ കൃത്യമായിട്ട് നോക്കണം. നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിന്റെയും മാർക്ക് ലിസ്റ്റ് വേണം. ഇപ്പോൾ തേർഡ് സെമസ്റ്ററിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിന്റെ മാർക്കാണ് എൻ്റർ ചെയ്യാണ്ടവ. ഫിഫ്ത്ത് സെമസ്റ്ററിന് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സെമസ്റ്ററിന്റെ മാർക്കാണ് എൻ്റർ ചെയ്യാൻ ഉണ്ടായിരിക്കുക. പിന്നെ 4 വർഷം പേരുത്ത 5-ാം സെമസ്റ്ററിൽ FUGP റെഗുലേഷൻ പ്രകാരം മേജർ നിലനിർത്തിക്കൊണ്ടുള്ള സെയിം മേജർക്ക് മാത്രമേ ഫിഫ്ത്ത് സെമസ്റ്ററിൽ കോളേജ് ട്രാൻസ്ഫർ പോസിബിൾ ആവുള്ളൂ. 3-ാം സെമസ്റ്ററിലാണ് മേജർ ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള കോളേജ് ട്രാൻസ്ഫറിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കുള്ളൂ. കോളേജ് ട്രാൻസ്ഫർ വിജ്ഞാപന തീയതിക്ക് മുമ്പായി സർവകലാശാല പ്രസിദ്ധീകരിച്ച മുഴുവൻ സെമസ്റ്ററുകളും പരീക്ഷാ രജിസ്ട്രേഷൻ വിദ്യാർത്ഥി പൂർത്തീകരിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ, തേർഡ് സെമസ്റ്ററിൽ ഒരു വിദ്യാർത്ഥി കോളേജ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കുകയാണെങ്കിൽ അതിന് ഫസ്റ്റ്, സെക്കൻഡ് സെമസ്റ്ററിലെ പരീക്ഷക്കുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരിക്കണം. പരീക്ഷ ജയിച്ചോ തോൽവിയോ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. സെക്കൻഡ് സെമസ്റ്ററിൽ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരിക്കണം വിദ്യാർത്ഥി. കൂടാതെ തൊട്ടുമുമ്പത്തെ സെമസ്റ്ററിൽ കുറഞ്ഞത് കണ്ടോണബിൾ പരിധിയുള്ള ഹാജർ വിദ്യാർത്ഥി നേടിയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അറ്റൻഡൻസിന്റെ പെർസെൻറ്റേജ് കണ്ടോണബിൾ ലിമിറ്റ് ആയിരിക്കണം. കണ്ടോണബിൾ ലിമിറ്റ് പറഞ്ഞാൽ 55% കണ്ടോണേഷൻ അടക്കമുള്ള പരിധിക്കുള്ളിലാണ്. എന്ന് പറഞ്ഞാൽ സെം ഔട്ടായ വിദ്യാർത്ഥികൾക്ക് എന്തിനു അപേക്ഷിക്കാൻ പറ്റില്ല, കോളേജ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കില്ല. കുറഞ്ഞത് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത കോളേജ് ട്രാൻസ്ഫർ വിജ്ഞാപന തീയതിക്ക് മുമ്പായി സർവകലാശാല പ്രസിദ്ധീകരിച്ച സെമസ്റ്റർ കുറഞ്ഞത് 4 ക്രെഡിറ്റ് നേടിയിട്ടുള്ള മൈനർ വിഷയങ്ങളിലും ഒന്നിലേക്കോ അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത ഈ സെമസ്റ്ററിലെ കുറഞ്ഞത് 3 ക്രെഡിറ്റുകൾ നേടിയിട്ട് MDCയിൽ മാത്രമേ വിദ്യാർത്ഥികൾ മേജർ സ്വിച്ചിങ് നടത്താവൂ. നിങ്ങൾ ഏതോ മേജറാണോ ചേഞ്ച് ചെയ്യുന്നത്, അപ്പോൾ ഏതെങ്കിലും ഒരു വട്ടെങ്കിലും ഒരു മൈനർ പഠിച്ചതിലേക്കോ അല്ലെങ്കിൽ MDC പഠിച്ചതിലേക്കോ മേജർ ചേഞ്ച് പോസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ എക്കണോമിക്സ് ആണ്, ഞാൻ ബികോമിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ 2 സെമസ്റ്ററുകൾ ഓക്കെ സെമസ്റ്ററുകളിൽ മേജർ ചേഞ്ച് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്ട് ഞാൻ മൈനർ പഠിച്ചിരിക്കണം. അതിനെ വളരെ കൃത്യമായിട്ട് പറയുന്നത് സർവകലാശാല പ്രസിദ്ധീകരിച്ച സെമസ്റ്ററുകളിൽ. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ എന്തായിരിക്കണം ഈ വർഷം 4 ക്രെഡിറ്റ് ഉള്ള ഒരു മൈനറോ അല്ലെങ്കിൽ MDCയോ പഠിച്ചിരിക്കണം. അതിലേക്ക് മാത്രമേ മേജർ സ്വിച്ചിങ് പോസിബിൾ ആകുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ സർവകലാശാല പ്രസിദ്ധീകരിച്ച എന്ന് പറയുമ്പോൾ റിസൾട്ട് വരേണ്ടി വരും. ഓക്കെ, റാങ്ക് തയ്യാറാക്കുന്ന വിധം ബന്ധപ്പെട്ട കോഴ്സിൽ വിദ്യാർത്ഥി മുൻ സെമസ്റ്റർ നേടിയ വെയ്റ്റഡ് ഗ്രേഡ് പോയിന്റ് ആവറേജ് കണക്കാക്കുന്നു. മുൻ സെമസ്റ്ററിലെ കോഴ്സുകൾ ഒരുമിച്ച് പരിഗണിക്കുകയാണെങ്കിൽ റാങ്കിങ്ങിനായി ആവറേജ് ഗ്രേഡ് പോയിന്റ് എടുക്കും. ഇത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. മെറിറ്റ് മാനേജ്മെന്റ് പരിഗണിക്കാതെ ബന്ധപ്പെട്ട കോളേജുകൾ ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ കോളേജ് ട്രാൻസ്ഫർ അനുവദിക്കാവുന്നതാണ്. മെറിറ്റ് സീറ്റാണോ മാനേജ്മെന്റ് സീറ്റാണോ ഒന്നും നോക്കണ്ട, എല്ലാവർക്കും എന്ത് ചെയ്യാം കോളേജ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. സർവകലാശാല കോളേജ് ട്രാൻസ്ഫർ റെഗുലൈസ് ചെയ്ത് ഉത്തരവാക്കിയതിനു ശേഷം വിദ്യാർത്ഥി കോളേജ് ട്രാൻസ്ഫർ റദ്ദാക്കുന്ന അപേക്ഷ മറിച്ചത് ആയതായി പരിഗണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപേക്ഷ കൊടുത്തു, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി, അങ്ങനെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യണം, അത് റെഗുലറൈസ് ചെയ്യണം. അതിനൊരു ഓർഡർ ഇറക്കും, നിങ്ങളെ പേരിൽ ഒരു ഓർഡർ ഉണ്ടാവും. ആ ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ റദ്ദാക്കാൻ സാധിക്കില്ല. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പിന്നെ റിസ്ക് എടുക്കരുത്. ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ഇയർ ഔട്ടായ വിദ്യാർത്ഥികൾ FUGP റെഗുലേഷൻ വ്യവസ്ഥകൾ വിധേയമായി റീ അഡ്മിഷനോട് കൂടിയുള്ള കോളേജ് ട്രാൻസ്ഫർ അനുവദനീയമാണ്. എന്ന് പറഞ്ഞാൽ 2024 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് 2001 സെക്കൻഡിൽ ഏതെങ്കിലും ഡിസ്കണ്ടിന്യൂ ചെയ്ത വിദ്യാർത്ഥികൾക്ക് തേർഡ് സെമസ്റ്ററിൽ ഡിസ്കണ്ടിന്യൂ ചെയ്ത അല്ലെങ്കിൽ ഇയർ ഔട്ടായ വിദ്യാർത്ഥികളാണ്, അവർക്ക് വീണ്ടും തേർഡ് സെമസ്റ്ററിലേക്ക് കോളേജ് ട്രാൻസ്ഫറിന് അനുവദിക്കാം. കോളേജ് ട്രാൻസ്ഫർ വഴി പ്രവേശന വിദ്യാർത്ഥി നിർബന്ധമായി മുൻ സെമസ്റ്ററിൽ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ, ഡിസ്കണ്ടിന്യൂഡ് ഇയർ ഔട്ടായ വിദ്യാർത്ഥി കോളേജ് ട്രാൻസ്ഫർ അനുവദിക്കുന്നതല്ല പറയുന്നുണ്ട്. ഓക്കെ, 4 വർഷം ബിരുദമൊക്കെ പഠന കാലയളവിൽ വിദ്യാർത്ഥിക്ക് ഒരു തവണ മാത്രമേ കോളേജ് ട്രാൻസ്ഫറിന് അനുമതിയുള്ളൂ. അതിനാൽ മുൻ സെമസ്റ്ററിലെ മേജർ മാറ്റത്തോടു കൂടി അല്ലാതെയോ കോളേജ് ട്രാൻസ്ഫർ ലഭിച്ച വിദ്യാർത്ഥികൾ വീണ്ടും കോളേജ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്നതിന് അർഹരല്ല എന്ന് പറഞ്ഞാൽ തേർഡ് സെമസ്റ്ററിലോ ഫോർത്ത് സെമസ്റ്ററിലോ നിങ്ങൾ കോളേജ് ട്രാൻസ്ഫറിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഫിഫ്ത്ത് സെമസ്റ്ററിൽ സാധ്യമല്ല. ഓട്ടോണമസ് കോളേജിലെ വിദ്യാർത്ഥികൾക്കും അഫിലിയേറ്റഡ് കോളേജിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓട്ടോണമസ് പദവിയില്ലാത്ത കോളേജുകളിൽ നിന്ന് സർവകലാശാല വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഓട്ടോണമസ് കോളേജ് ഒഴികെയുള്ള അഫിലിയേറ്റഡ് ഓട്ടോണമസ് കോളേജിലേക്കുള്ള കോളേജ് ട്രാൻസ്ഫർ വിദ്യാർത്ഥികൾ ബന്ധപ്പെട്ട ഓട്ടോണമസ് കോളേജിനെ സമീപിക്കുക. നിങ്ങൾ ഓട്ടോണമസ് കോളേജിലേക്കാണ് അപേക്ഷ കൊടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ അതായത് ഓട്ടോണമസ് കോളേജിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം. ആ കോളേജുമായി ബന്ധപ്പെടുക. പരീക്ഷയ്ക്ക് കോപ്പി പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളേജ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കില്ല. മേജർ നിലനിർത്തിക്കൊണ്ടുള്ള കോളേജ് ട്രാൻസ്ഫർ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ സംശയം കോളേജുകളുടെ അക്കാദമിക് കോർഡിനേറ്റർമാരെയോ അഡ്മിഷൻ നോഡൽ ഓഫീസറുമായോ സഹായം വിദ്യാർത്ഥികൾക്ക് ആവശ്യപ്പെടും. മേജർ നിലനിർത്തിക്കുന്ന കോളേജ് ട്രാൻസ്ഫറിന് കോളേജിലെ ഒരു അക്കാദമിക് കോർഡിനേറ്റർ FUGP കോർഡിനേറ്റർ ഉണ്ട്, അദ്ദേഹത്തോട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. റെഗുലേഷന്റെ പരിധിയിൽ വരാത്ത പ്രോഗ്രാം പഠിക്കുന്ന വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുന്ന അർഹതയുണ്ട്. എന്ന് പറഞ്ഞാൽ 4 വർഷ ഡിഗ്രീന്റെ പരിധിയിൽ പെടാത്ത കോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് അപേക്ഷിക്കാൻ കഴിയില്ല. മേജർ നിർത്തിക്കൊണ്ട് കോളേജ് ട്രാൻസ്ഫർ 4 വർഷ ബിരുദ റെഗുലേഷൻ വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കണം. മേൽ പറഞ്ഞ നിയമവ്യവസ്ഥകളും ഉൾപ്പെടാത്ത വിഷയങ്ങൾ സർവകലാശാല അന്തിമ തീരുമാനത്തിന് വിധേയമായിരിക്കും. ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. ഓക്കെ,